ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. തലേ ദിവസമൊക്കെ മാവ് അരച്ച് വയ്ക്കാൻ മറന്നുപോയാലും സാരമല്ല, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിലും വളരെയധികം സോഫ്റ്റായിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ അരിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ഇതിലേതെങ്കിലും ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുവാണ്. ഇതിപ്പോൾ രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട ശേഷം അരച്ചെടുത്താൽ മാത്രം മതിയാവും. മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചോറ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് പ്രത്യേകമായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അരിയിൽ നിന്നും തന്നെ അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു വെള്ളം ചേർത്ത് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. ഈ സമയം തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ചിക്കൻ കറികളുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ തടവി കൊടുത്തതിന് ശേഷം മാവ് കോരി ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇതിലിങ്ങനെ ആരുകൾ വരും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുകയും വേണം. ഓരോ പാലപ്പം തയ്യാറാക്കി എടുക്കുമ്പോഴും ഫ്ലെയിം മീഡിയം ടു ലോ ആയെന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. വളരെയധികം സോഫ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാലപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ബാലൻസ് ഉള്ള ആ മാവുണ്ട്, ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വളരെയധികം ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.